ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? നിങ്ങൾക്കിപ്പോൾ ബാങ്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ബാങ്ക് ഇല്ല, ഒരു ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും ഒന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് പേടിഎം വാലറ്റിലുണ്ട്. വാലറ്റിലേക്ക് നിങ്ങൾക്ക് വേണം വിഡ്രോ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ഇല്ല. അതേപോലെ തന്നെ റെഡീം കോഡ്, അതായത് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്കാണ് റെഡീം ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. ഇനി ഇതൊന്നുമില്ല, നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് പോലെയുള്ള ആമസോൺ പോലെയുള്ള വാലറ്റ് മാത്രമാണ് ഉള്ളത്, അതിലേക്കും വിഡ്രോ ചെയ്യാൻ സാധിക്കും. ഇനി ഒന്നുമില്ല, നിങ്ങൾക്ക് ഈ സംഭവം ഒന്നും വേണ്ട, നിങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗും കാര്യങ്ങളൊക്കെയാണ് വേണ്ടെങ്കിൽ അങ്ങോട്ടും വിഡ്രോ ചെയ്യാൻ സാധിക്കും. അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷന് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആപ്ലിക്കേഷനായിട്ട് യൂസ് ചെയ്യാം, സൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഫുൾ പ്രോസസ്സ്, അതായത് തുടക്കം തൊട്ട് എൻഡിങ് വരെ നമ്മൾ ഫുള്ളായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, വീഡിയോയും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് സ്കിപ്പ് അടിക്കാണ്ട് വാച്ച് ചെയ്യുക. അതിനുശേഷം യൂസ്ഫുൾ ആയി തോന്നിയാൽ നൈസായിട്ട് നിന്ന് ലൈക്ക് ഇടുന്നതിന് ശേഷം ഒരു സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഒരാൾക്ക് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. പറ്റുമെങ്കിൽ ഒരു കമന്റും കൂടി ഇടുക. അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മുടെ ആപ്ലിക്കേഷന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ പതിവ് പോലെ തന്നെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സൈറ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. നമുക്ക് ആപ്പ് സ്റ്റോറിലും ഉണ്ട്, പ്ലേ സ്റ്റോറും ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ പോലെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ സൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. നിങ്ങളുടെ ചോയ്സ് ആണ്. എന്താണെങ്കിലും കുഴപ്പമില്ല, പേയ്മെന്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ജസ്റ്റ് ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ നമുക്ക് പേപാലിലേക്ക് വരിക, അല്ലെങ്കിൽ നമുക്ക് സിനിമ കാണാനാണെങ്കിൽ PVRലേക്ക് നമുക്ക് വിഡ്രോ ചെയ്യാം, ജിയോ മാർട്ടിലേക്ക് വിഡ്രോ ചെയ്യാം, മിന്ത്ര, പേപാല്, പേടിഎം, ഗൂഗിൾ പേ, റെഡീം കൂടെ അങ്ങനെ കുറെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും മാത്രമല്ല, ബാക്കി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും കുറഞ്ഞ എമൗണ്ട് തൊട്ട് നമുക്ക് വിഡ്രോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. ഏകദേശം 100 രൂപ മതി നമുക്കിനകത്ത് വിഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ പേപാലിലേക്കും വളരെ കുറഞ്ഞ എമൗണ്ട് മതി നമുക്ക് വിഡ്രോയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ ഇവര് പറയുന്നത് നിങ്ങൾ ഒരു 2 ദിവസം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനുള്ള എമൗണ്ട് കാര്യങ്ങളൊക്കെ ആവുമെന്നാണ് അവർ പറയുന്നത്. അതിൽ എത്രത്തോളം സത്യമുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ലോഗിൻ ഓർ സൈനപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പൊ ന്യൂ യൂസർ ആണെങ്കിൽ നിങ്ങളുടെ ഒരു പുതിയൊരു ജിമെയിൽ കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ കൊടുത്ത ജിമെയിലിലേക്ക് ഒരു കൺഫർമേഷൻ മെയിലും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. കൺഫേം ഇമെയിൽ അഡ്രസ് പിടിച്ച് ക്ലിക്ക് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് ആപ്ലിക്കേഷനിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ നമുക്ക് വെൽക്കം ബോണസ് ആയിട്ട് 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് പേപാലിലേക്കാണ് ഇത് പറയുന്നത്. 500 പോയിന്റ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു 100 പോയിന്റ്സ്, അതായത് ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്കത് 600 ആക്കി വിഡ്രോ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ 1000 പോയിന്റ്സ് ആക്കിയാൽ നമുക്ക് ഇതിന്റെ കൂടെ ഒരു 200 ആഡാക്കി 200 വിഡ്രോ ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങളിപ്പോ കയറിയതല്ലേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അതായത് 500 കിട്ടേണ്ട സ്ഥാനത്ത് 600 ആക്കി നമുക്ക് കിട്ടും. അപ്പൊ 100 പോയിന്റ്സിന്റെ വാല്യൂ അവർ കൊടുത്തിട്ടുണ്ട് 83 രൂപ. അപ്പൊ നമുക്ക് സൈനം ബോണസ് ആയി കിട്ടിയ 100 രൂപ ഏറ്റവും, അതായത് 100 പോയിന്റ്സ് ഏകദേശം 83 രൂപയോളം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വിഡ്രോവബിൾ ആണ്. ഓക്കെ, വിഡ്രോ ചെയ്യാൻ സാധിക്കും, പക്ഷെ അതിന് ചെറിയ കണ്ടീഷൻ ഉണ്ട്, അത് ഞാൻ വഴിയെ പറയാം. അപ്പൊ നമുക്ക് അവിടെ തുടക്കത്തിൽ തന്നെ സ്റ്റാർട്ട് യുവർ ഫസ്റ്റ് സർവേ എന്ന് പറഞ്ഞൊരു സർവേ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക. അപ്പൊ അവിടെ 23 പോയിന്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം 20 രൂപയോളം വരും. അപ്പൊ ചെറിയ ചെറിയ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വീട് എവിടെയാ, നിങ്ങളുടെ സംസാരിക്കുന്ന ലാംഗ്വേജ് ഏതാ, വീട്ടിൽ ആരൊക്കെയുണ്ട്, വീട്ടിൽ സ്കൂട്ടർ ഉണ്ടോ, വണ്ടിയുണ്ടോ, തേങ്ങയുണ്ടോ, അങ്ങനെ കുറെ സംഭവം ചോദിക്കുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾ നൈസായിട്ട് ജെന്യുവൻ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഞാനൊന്ന് പറയുവാണ്, നിങ്ങൾ ഇതിനകത്ത് വായിച്ചു നോക്കിയതിനു ശേഷം മാത്രമേ ആൻസർ ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ അവരെ ഉറപ്പായിട്ടും ഡിസ്ക്വാളിഫൈ ചെയ്ത് കഴിയും, ഒറ്റ കോയിൻസും കിട്ടൂല. ഇപ്പൊ ഞാൻ ഏതായാലും ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വേറൊരു സർവേയിലേക്ക് പോയി. അതായത് ആദ്യത്തെ സർവേ എന്ന് പറഞ്ഞാൽ നമുക്ക് പോയിന്റ്സ് ഒന്നും കിട്ടത്തില്ല. രണ്ടാമത് നമ്മൾ ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ആയിക്കോളും. ആ സർവേയിലാണ് നമുക്ക് പോയിന്റ് കിട്ടുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സർവേ ഒരു ഏകദേശം 10 ക്വസ്റ്റിന് ആൻസർ ചെയ്താൽ മതി, നമുക്ക് ഏകദേശം 23 പോയിന്റ്സോളം കിട്ടുന്നതായിരിക്കും. അതായത് ഒരു സർവേ ചെയ്തുമ്പോൾ തന്നെ 23-25 രൂപ കിട്ടുന്നതായിരിക്കും. ഇപ്പൊ ഞാനത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, 23 പോയിന്റ്സ് എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ കിട്ടിയത് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നല്ലപോലെയാണ് ചെയ്തത്, വായിച്ചു നോക്കിയതിനു ശേഷമാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ അതിനുശേഷം നമുക്കവിടെ കാണാൻ സാധിക്കും നമുക്കവിടെ സർവീസും കാര്യങ്ങളും ഇപ്പൊ അവൈലബിൾ ആയിട്ടില്ല. നിങ്ങൾ നാളെ വരിക, അല്ലെങ്കിൽ കുറച്ചേരം കഴിയുമ്പോൾ നോക്കുക. അപ്പൊ നമുക്ക് അവിടെ അവൈലബിൾ ആയി കുറെ സർവീസും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ഫയറിന് ചിഹ്നം കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്യുക. അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഒരു, അതായത് ഇപ്പൊ മൺഡേ ആണ്, മൺഡേ ആ സംഭവം അത് ടിക്കായി വിട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നാളെ വന്ന് ഒരു സർവേ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ട്യൂസ്ഡേ ടിക്ക് ആവുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ സൺഡേ വരെ, അതായത് 1 വീക്ക് കണ്ടിന്യൂസ്ലി വന്ന് സർവീസും കാര്യങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ലാസ്റ്റ് നമുക്കൊരു പ്രൈസ് ഡ്രോ കിട്ടും. അതിനകത്ത് അപ് ടു 1000 പോയിന്റ്സ്, 1000 പോയിന്റ്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം 1000 രൂപയോളം വരും. അത്രയും നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അതിനുശേഷം നോക്കുവാണെങ്കിൽ അക്കൗണ്ട് സെക്ഷൻ നോക്കുവാണെങ്കിൽ നമ്മൾ ഇത്ര കാലം എത്ര ഏൺ ചെയ്തു, എത്ര സർവേ കംപ്ലീറ്റ് ചെയ്തു, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര കാലമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഏറ്റവും ടോപ്പിൽ പിടിച്ച് ആ പോയിന്റ്സിന് അവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ എനിക്ക് 123 പോയിന്റ്സ് ഉണ്ട്, 102 രൂപ എനിക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ 100 രൂപ എന്ന് പറഞ്ഞാൽ നമുക്കത് വിഡ്രോവബിൾ ആണോ അല്ലോ എന്ന് ഞാൻ പറയാം.
അപ്പൊ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് സെലക്ട് റിവാർഡ് എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് അവിടെ വിഡ്രോ ചെയ്യാനുള്ള കുറെ മീഡിയാസ് കൊടുത്തിട്ടുണ്ട്. പേപ്പാലാണ് ആദ്യം കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ അജിയോടെ താഴെ വ്യൂ 17 മോർ ഗിഫ്റ്റ് കാർഡ് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഗൂഗിൾ പേ, റെഡീം കോഡ്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, ലേവിസ്, മൈന്ത്ര, നൈക്ക തൊട്ട് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗൂഗിൾ പേയിലേക്ക് ആണെങ്കിൽ വെറും 120 പോയിന്റ്സ് മതി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ എനിക്ക് 121 പോയിന്റ്സ് ഉണ്ടല്ലോ, ഇപ്പൊ വിഡ്രോ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ അല്ലാണ്ട് ഏൺ ചെയ്ത പൈസ എന്ന് പറഞ്ഞാൽ വെറും 23 കോയിൻസേ ഉള്ളൂ. ബാക്കി 100 എന്ന് പറഞ്ഞാൽ അത് സൈൻ അപ്പ് ബോണസ് ആണ്. ഓക്കെ, സോ അതുകൊണ്ട് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് പേപ്പാലിലേക്ക് വിഡ്രോ ചെയ്യാൻ യൂസ്ഫുൾ ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 500 രൂപയുടെ പർച്ചേസ് നടത്തണം. അപ്പൊ നമുക്കവിടെ കാണാൻ സാധിക്കും ഇപ്പൊ നമുക്ക് 23 പോയിന്റ്സേ ഉള്ളൂ. ഒറ്റ ഒരു സർവേ ചെയ്തപ്പോൾ തന്നെ 23 പോയിന്റ്സ് ആയി. ബാക്കി ഏകദേശം 120ഓളം പോയിന്റ്സ് 100ഓളം പോയിന്റ്സ് നിങ്ങൾ ഏൺ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇവര് പറഞ്ഞ പോലെ തന്നെ 2-3 ദിവസം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് 2-3 ദിവസം ഉണ്ടാക്കി വിഡ്രോ ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്നതനുസരിച്ചുള്ള കൂലി തരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കൂലി തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ പേപ്പാലിലേക്കൊക്കെ ആണെങ്കിൽ അതിപ്പോ ഗൂഗിൾ പ്ലേയിലേക്കാണെങ്കിലും 500 രൂപ വിഡ്രോ ചെയ്യുന്ന നോക്കും. പക്ഷെ 500 രൂപ കിട്ടണമെങ്കിൽ നമുക്ക് 600 കോയിൻസ് വേണം. അപ്പൊ ആ സമയത്ത് നമുക്ക് ആ വെൽക്കം ബോണസ് നമ്മൾ 500 ഏൺ ചെയ്താൽ മതി. ബാക്കി ആ വെൽക്കം ബോണസും കൂടെ ആഡ് ചെയ്താൽ അപ്പൊ 600 ആവും. നമുക്കത് 500 രൂപ വിഡ്രോ ചെയ്യാം. അങ്ങനെയാണ് സൈൻ അപ്പ് ബോണസിന്റെ ഗുണം. അല്ലാണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയി വിഡ്രോ അടിക്കാൻ പറ്റത്തില്ല. നമുക്ക് വിഡ്രോ ചെയ്യാം എപ്പോൾ 500 രൂപ. നിങ്ങൾ ആദ്യം 500 കോയിൻസ് ഏൺ ചെയ്യുക. അപ്പൊ അവിടെ മിനിമം റെഡി എന്ന് പറഞ്ഞാൽ 600 കോയിൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് 600 കോയിൻസ്, അതായത് നമ്മൾ ഏൺ ചെയ്ത 500 കോയിൻസിന്റെ കൂടെ ഒരു 100 കോയിൻസും കൂടെ സൈൻ അപ്പ് ബോണസ് ആയിട്ട് ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ആ സൈൻ അപ്പ് ബോണസ് കാര്യമായിട്ട് നോക്കിയില്ലെങ്കിലും വലിയ കാര്യമില്ല. കാരണം അല്ലാണ്ട് നിങ്ങൾ ഏൺ ചെയ്യാൻ നോക്കുക, 100 രൂപയ്ക്ക് വിഡ്രോ ചെയ്യാൻ നോക്കുക. ഒറ്റയടിക്ക് വിഡ്രോ ചെയ്യാണ്ട് 100 രൂപയ്ക്ക് വിഡ്രോ ചെയ്യാൻ നോക്കുക. അതാണ് ഞാൻ കുറച്ചും കൂടെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. പിന്നീട് റെഫറൻഡ് ഓപ്ഷൻ ഉണ്ട്. കമ്മീഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. ആപ്ലിക്കേഷൻ ഇട്ട് ഇത്രയേ ഉള്ളൂ. പേയ്മെന്റ് കാര്യങ്ങളൊക്കെ കുറച്ച് ലേറ്റ് ആവും. പക്ഷെ പേയ്മെന്റ് പക്കയായിട്ട് കിട്ടും. കാരണം അത്രയ്ക്ക് വൈറലായി നിൽക്കുന്ന കുറെ കാലമായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റാണ്. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിലൊന്നും പേടിക്കണ്ട. നിങ്ങൾ ഏൺ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പേയ്മെന്റ്, നിങ്ങൾക്ക് ഏണിങ്സ്, അതായത് പേയ്മെന്റ് വിഡ്രോ ചെയ്യാനുള്ള കോയിൻസ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് കോയിൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ വിഡ്രോ ചെയ്തെങ്കിൽ കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് കിട്ടുന്നതായിരിക്കും. ഇത്രേ ഉള്ളൂ. ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആണ്. വേറെ ഒരു ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം.